അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്മുൽ ഖുർആന്റെ 60-ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ മാഇദയുടെ 106-ാമത്തെ ആയത്ത് മുതൽ നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ ആളുകൾക്ക് കൂട്ടിവായനയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഓത്തിനെ മനോഹരമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ക്ലാസ്സാണ്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും കേൾക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് ഒന്ന് കാണുകയും മൊബൈലിലേക്ക് നോക്കുന്ന ആളുകൾ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുകയും ഒക്കെ ചെയ്താൽ ഞങ്ങൾക്ക് കേൾക്കുകയും പിന്നെ അതുപോലെ തന്നെ നല്ല വലിപ്പത്തിൽ കാണുകയും ഒക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മനോഹരമായിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ ഒക്കെ ധാരാളമായിട്ട് പാരായണം ചെയ്യാനും ഖത്മുകൾ തീർക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت. വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ മൗത്ത് അവസാനത്തെ അക്ഷരം ത ആണ്. ഏതക്ഷരമായാലും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. തന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പ് ലീനിൻ്റെ അക്ഷരമാണ്. ലീനിൻ്റെ അക്ഷരങ്ങൾ യാവും വാവുമാണ്. മൗത്ത് യാനും വാവിനും സുക്കൂൻ ഉണ്ടെങ്കിൽ നിർത്തുമ്പോൾ അതിന് മുമ്പ് ഫത്ഹുമാണെങ്കിൽ മൗത്ത് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. إذا حضر أحدكم അവിടെ നിർത്തി. അഹദക്കും അപ്പോൾ അതിനാണ് മീമിന് സുക്കൂന് തന്നെയാണുള്ളത്. إذا حضر أحدكم الموت إذا حضر أحدكم الموت حين അവിടെയാണ് നിർത്തിയതെങ്കിൽ നൂനിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മധ്യ ആരിൽ വരുന്നതാണ് ഹീൻ. ഒരൽപ്പം സാധാരണ നീട്ടുന്നതിലേറെ അല്പം ഒന്ന് നീട്ടുക. ആ നീട്ടുന്നതിൻ്റെ പേരാണ്, ആ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ നീട്ടൽ ആ മദ്ദിൻ്റെ പേരാണ് മധ്യ ആരിദ്. ഐനാണ് മധ്യ ആരിദ്. إذا حضر أحدكم الموت إذا حضر أحدكم الموت حين الوصية അവിടെ ത ആണ്. തായിനെ മാറ്റിയിട്ട് സുക്കൂനുള്ള ഹ ആക്കി മാറ്റാണ് നിർത്തുമ്പോൾ. ഹീനൽ വസിയ്യതി ഇത്നാനി ദവാ അദ്ൽ വസിയ്യതി വസലിൻ ഹംസ ഒഴിവായി. ആ കാണുന്ന അലിഫ് ഉണ്ടല്ലോ, അലിഫ് ഒഴിവായി. എന്തേ കാരണം? കൂട്ടി വായിക്കുമ്പോൾ വസലിൻ ഹംസത്തുൽ വസല്, ആ കാണുന്ന അലിഫ് അതിൻ്റെ പേര് ഹംസ എന്നാണ്. ഹംസത്തുൽ വസല് എന്ന് പറഞ്ഞു ചേർത്തി ഓതുമ്പോൾ അത് പറയുകയില്ല. അപ്പോൾ ഹീനൽ വസിയ്യതി ഇത്നാനി ദവാ അദ്ൽ ذوى عدل منكم أو آخران. തൻവീൻ്റെ മീം വന്നു. ഇദ്ഗാമും ബിഗുന്ന അദിലിമ്മി കൂട്ടി വായിക്കുക, കൂട്ടി യോജിപ്പിക്കുക, മണിക്കും ചെയ്യും. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൗമി നൂന് വാവ് മീം യ. തൻവീനിൻ്റെ ശേഷം ഡബിൾ ഫത്ഹ കസ്റ വന്നതിന് ശേഷം ഏതെങ്കിലും ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന്, സുക്കൂന് ചിഹ്നമുണ്ടാകട്ടെ ചിഹ്നമില്ലാതിരിക്കട്ടെ, സുക്കൂനുള്ള പിന്നെ നൂനിൻ്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ചെയ്യണം, ബിഗുന്ന മണിക്കുകയും ചെയ്യണം. ذوى عدل منكم
മിൻകും എന്നുള്ളൊരു ഇഖ്ഫാണ്. മിൻകും ഔ ആഖറാനി മിൻ ഗൈരിക്കും ഇൻ അൻതും ളറബ്തും ഫിൽ അർദ് ഫഅസ്വാബതുകും മുസീബത്തുൽ മൗത്ത്. അവിടെയും നിർത്തിയപ്പോൾ തായിന് സുക്കൂന് മുമ്പ് സുക്കൂനുള്ള വാവ് വന്നു, അതിൻ്റെ മുമ്പ് ഫത്ഹ് മദ്ദലീനാണ്. മൗത്ത് മദ്ദലീനിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ള 1-2 സംശയങ്ങൾ ഞാൻ അവസാനം ചോദിക്കും. അതിൻ്റെ കമൻ്റായിട്ട് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതി അയക്കണം. تحبسونهما من بعد الصلاة تحبسونهما من بعد الصلاة من നൂനിൻ്റെ ശേഷം ബാ വന്നു. من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين إنا إذا لمن الآثمين. ഇന്ന മദ്ദുണ്ട്, അതിന് മുമ്പ് മണിക്കൽ വരണം. ഇന്ന ഇതല്ല തൻവീൻ്റെ സലാമ് വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. ഇതല്ല എന്ന് പറഞ്ഞാൽ മണിക്കണ്ട. ഇതല്ല മിനൽ ആസിമീൻ. ഒന്നുകൂടെ. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية 2 ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. فإن عثر على أنهما استحقا അന്നഹുമാ എന്നാണുള്ളത്. കൂട്ടി വയ്ക്കുമ്പോൾ ആ നീട്ടൽ ഒഴിവാകും. ശേഷമുള്ളത് വസ്ലിൻ ഹംസയാണ്, പറയില്ല, ഉച്ചരിക്കൂല. പിന്നെ ഉള്ളത് സീനാണ്, സീന് സുക്കൂനാണ്. അപ്പൊ പിന്നെ അന്നഹുമാ എന്ന് പറയുക. അന്നഹുമസ് മസ് മാസ് എന്ന് പറയില്ല, മസ്. അല അന്നഹുമസ്തഹഖാ നിർത്തുമ്പോ ഇസ്തഹഖാ അല അന്നഹുമസ്തഹഖാ. ഈ വസ്ലിൻ്റെ ഹംസക്ക് നീയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയില്ല, പിന്നെ ഈ എന്ന് പറയാൻ നിൽക്കണ്ട. അല അന്നഹുമസ്തഹഖാ. അവിടെ നീട്ടാനുണ്ടല്ലോ, നീട്ടാനുണ്ട്. അപ്പൊ നീട്ടണ്ടേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അവിടെ നീട്ടാൻ പാടില്ല. ഖുർആന് വായന എന്ന് പറഞ്ഞാൽ അതിലുള്ളത് വായിക്കുക എന്നുള്ളതല്ല, നിയമം എങ്ങനെയാണോ അതുപോലെ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുക, ഈ രൂപത്തിൽ ഓതുക. നമ്മുടെ ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അതെന്ത് ചെയ്യണം? ആവർത്തിച്ച് പഠിക്കണം, കേൾക്കണം. കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതെന്ത് ചെയ്യുക? സംശയങ്ങൾ തീർത്തുകൊണ്ട് ഓതി തീർക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീർക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അപ്പോൾ അതിലുള്ളത് വായിക്കുക എന്നുള്ളതല്ല, നിയമം എങ്ങനെയാണോ ആ നിയമത്തിനനുസരിച്ച് വായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ്റെ ക്ലാസ് നമ്മൾ കേൾക്കുന്നത്. ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ആ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളെ വാട്സപ്പിലേക്ക് അതിൻ്റെ ലിങ്ക് പിന്നെ എല്ലാ ക്ലാസ്സും കൂടിയുള്ള ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ ചേരണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിന് പുറമെ നമ്മുടെ യൂട്യൂബിലും സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകൾ വരും. അതിന് താഴെ ഒരു ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين കഴിഞ്ഞിട്ട് വസലിൻ്റെ അംസയാണ്, അത് ഉച്ചരിക്കൂല. من الذين استحق عليهم الأوليان. നൂന്നെ സുക്കൂൻ ചെയ്തു നിർത്തിയപ്പോൾ, നിർത്താണെങ്കിൽ സുക്കൂൻ വരുള്ളൂ, ഇല്ലെങ്കിൽ ആ സുക്കൂൻ വരില്ല. ഇല്ലെങ്കിൽ അതിലുള്ള ഗസർ എങ്ങനെയാണോ അതുപോലെ അലൈഹിമുൽ കുട്ടിയേക്കണം. എങ്ങനെ? അലൈഹിമുൽ ഔലയാനി فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا وما എന്നുള്ളത് എന്താ കാരണം? നീട്ടാനുള്ളതിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ നീട്ടൽ ഒഴിവാകുന്നതാണ്. വമ എന്ന് പറയില്ല. വമ അഅ്തദൈന ഇന്ന ഇദല്ല മിനല്ലാലിമീൻ. ഇന്ന അടക്ക മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. ഇതല്ല ഇതാ എന്നാണുള്ളത്. ശേഷമുള്ള ശബ്ദുണ്ട്, ഇല്ല എന്നതിന് ശബ്ദുണ്ട്. അപ്പൊ ഇതാ ഇല്ല എന്ന് പറയില്ല. ഇദല്ല മിനല്ലാലിമീൻ. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان നിർത്തി. അപ്പം നൂന് സുക്കൂൻ ചെയ്തു. ഐമാനു എന്നുള്ളത് നിർത്തിയപ്പോൾ നൂന് സുക്കൂൻ ചെയ്തു. അവിടെ നിർത്തുന്നില്ല എങ്കിൽ തെൻവീനാണ്, ലൊമ്മാണല്ലേ. ലൊമ്മാണുള്ളത്. ശരിക്കും തെൻവീൻ ലൊമ്മാണുള്ളത്. 2 ലൊമ്മുണ്ട് അവിടെ. 2 ലൊമ്മിനെ അതിൻ്റെ ഒന്നിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുത്താൽ എന്താ കാരണം? ശേഷമുള്ളത് ബ ആയതുകൊണ്ട്. അപ്പൊ തെൻവീന് മാറ്റിയിട്ട് എന്താക്കി? മീമായി കൊടുത്തു. അപ്പൊ ഐമാനും ബഅദ ഐമാനിഹിം നിർത്താതെ ഓതുകയാണെങ്കിൽ അൻ തുറദ്ദ ഐമാനും ബഅദ ഐമാനിഹിം വത്തഖുല്ലാഹ വസ്മഉ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ.
ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك مد منفصلان إنك أنت علام الغيوب 110 إذ قال الله يا عيسى ابن مريم يا عيسى ابن എന്ന് വായിക്കരുത് യാ ഈസ ഇബ്ന നീട്ടാനില്ല വസലിൻ നംസ പോയി അവിടെ നീട്ടാൻ ഈസ അല്ലേ ഒരു അലിഫാണുള്ളത് അലിഫിന് പകരം ഒരു യാ പോലെ ഒന്നാണല്ലോ അല്ലേ യാ ഈസ ഇബ്ന മറിയമ വസലിൻ നംസ പോയി യാ ഈസ ഇബ്ന മറിയമ اذكر നിഅമതി അലൈക അവിടെ നിർത്തുമ്പോൾ നോക്കണം കാഫിന് സുക്കൂൻ കൊടുത്തു തൊട്ട് മുമ്പ് യാന് സുക്കൂനുണ്ട് മദ് ലീനാണ് അലൈക وعلى والدتك إذ أيدتك بروح القدس മണിക്കണ്ട അയ്യത്തുക ഇതാമ് ചെയ്താമേ അയ്യത്തു ദാലിനെ തായിലേക്ക് കൊടുത്തു അപ്പോൾ തു എന്ന് പറഞ്ഞു ദാല് പറയണ്ട أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ കഹൈഅത്തി ത്വയ്യിർ റാഇന് സുക്കൂന് മുമ്പ് യാ ആണ് യാന് സുക്കൂനുണ്ട് തൊട്ട് മുമ്പ് ഫത്ഹമാണ് അപ്പോൾ മദ് ലീന് വന്നു ത്വയ്യിർ കഹൈഅത്തി ത്വയ്യിർ പിന്നെ റാഇന് സുക്കൂൻ ചെയ്യുമ്പോൾ റാഇൻ്റെ നിയമം അവിടെ ശ്രദ്ധിക്കണം റാഇന് രണ്ട് നിയമമാണ് ഒന്ന് വായ നിറച്ച് പറയുക ഒന്ന് ലഘുവായിട്ട് കനം കുറച്ച് പറയുക എന്നുള്ളത് ഇവിടെ കനം കുറച്ച് പറയണം അർ എന്ന് പറയുമ്പോൾ വായ നിറഞ്ഞിങ്ങോട്ട് വരണം അർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇർ അർ ഒന്ന് പറഞ്ഞു നോക്കി ഇർ അതുപോലെ തന്നെയാണ് ലഘുവാക്കി അല്ലേ അർ എന്ന് പറയുമ്പോൾ വായ അങ്ങനെ നിറയുന്ന പോലെ ഉണ്ട് എന്നാൽ റഅന് സുക്കൂന് മുമ്പ് യാന് സുക്കൂന് മുമ്പ് ഫത്ഹ് ഇങ്ങനെയുള്ള സ്ഥലത്ത് തർക്കീക്ക് ആക്കിയാണ് നിർത്തേണ്ടത് നേരെ മറിച്ച് അവിടെ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ റാഇന് കസിർ വന്നാലും അപ്പോഴും തർക്കീക്കാണ് ചെയ്യേണ്ടത് തർക്കീക്കാക്കി റാഇന് സുക്കൂന് അവിടെ എന്തുകൊണ്ടാണ് റാഇന് സുക്കൂനാവുന്നത് സുക്കൂനിന് മുമ്പ് യാന് സുക്കൂൻ അതിന് മുമ്പ് ഫത്ത് ആണെങ്കിൽ തർക്കീക്ക് വരും അതുപോലെ തന്നെയാണ് റാഇന് കസർ വന്നാലും തർക്കീക്ക് വരും അത് ശ്രദ്ധിക്കുക بإذني فتنفخ فيها فتكون طيرا بإذني അവിടെ വരൂല കാരണം അവിടെ ത്വയ്റൻ എന്നാണുള്ളത് തൻവീനാണുള്ളത് അവിടെ നിർത്താണെങ്കിലോ ഫതകൂനു ത്വയ്റ തൻവീൻ ആയതുകൊണ്ട് തഫ്ഖീം ചെയ്യണം റാഇന് ഫത്ഹാണ്
وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين وإذ أوحيت إلى الحواريين أن آمنوا بي وبرسولي قالوا آمنا واشهد بأننا مسلمون وإذ أوحيت إلى الحواريين അവിടെ യാ നീട്ടാനുണ്ട് യാ ഉണ്ട് ശബ്ദമുള്ള യാ ഉണ്ട് അതിന് പുറമെ ആ യാ നീട്ടാനും ഉണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു മേലെ ഒരു വള്ളി ഉണ്ടില്ലേ അത് യാ ആണ് ഹവാരിയീന ഈന എന്നല്ല ഹവാരിയീന ഇലൽ ഹവാരിയീന അൻ ആമിനു ബി വബിറസൂലി ഖാലൂ ആമന്നാ വഷ്ഹദ് ബിഅന്നനാ മുസ്ലിമൂൻ إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين إن شاء الله കൂടുതൽ നിയമങ്ങളൊന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ. ഖാലൂ നുരീദു അൻ നഅ്കുൽ നൂന് വാവ് മീമിയാ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം നൗമി നൂന് വാവ് മീമിയാ എന്ന് വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അന്ന കൂട്ടി യോജിപ്പിച്ച് മണിച്ചു. അന്നഅ്കുല മിൻഹാ വതത്മഇന്ന ആണ് മറ്റൊന്ന് ആണ്. وتطمئن قلوبنا ونعلم أن قد صدقتنا
ونكون عليها من الشاهدين قال عيسى ابن مريم اللهم ربنا قال عيسى ابن مريم اللهم شد الميمان مانيكرم مريم اللهم قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك. ഇവിടൊക്കെ നമ്മൾ എവിടൊക്കെ വരുന്നു അവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈദല്ലി അവലിന വ ആഖിരിന എന്ന് പറയില്ല, വ ആഖിരിന വ ആയതം ഇദ്ഗാം ബിവന്ന തൻവീനേഷം വ ആയതം മിൻക ഇഖ്ഫാജന മിൻക വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه عذابا لا تنوين الأمر وأنال كوتي وجبك عذابا لا أعذبه أحدا. ഇതൊക്കെ ഞാൻ നിർത്താൻ വേണ്ടി ഇങ്ങനെ പറയണം. എവിടെയാണ് നിർത്തുന്നത് ആ നിർത്തുന്ന രൂപത്തിൽ. ഞാൻ നിർത്തിയതുപോലെ നിങ്ങൾ നിർത്തണമെന്നില്ല, നിർത്തുന്ന സ്ഥലത്ത് ഒരേപോലെ നിർത്തണം അല്ലേ. ഞാൻ ഇപ്പം നിർത്തി ഇവിടെ അദാബ എന്നാണെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിർത്തണം. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഞാൻ ഇപ്പം നിർത്തി നിങ്ങൾ നിർത്തണമെന്നില്ല. നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അദാബല്ല. മനസ്സിലായോ? ആ നിയമങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നിർത്തുമ്പോൾ എങ്ങനെ, നിർത്താത്ത സമയത്ത് എങ്ങനെ. അപ്പം ഞാൻ നിർത്തി നിങ്ങൾ നിർത്തണമെന്നില്ല, നിങ്ങൾ നിർത്താതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പം അതിനനുസരിച്ച് തോന്നണം. അദാബല്ല ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين وأمي എന്നുള്ളതാണ്. അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു നീട്ടൽ വരും. യാതിന് സുക്കൂൻ വന്നാൽ പിന്നെ എന്താ അതിന് മുമ്പ് കസറാണല്ലോ, അപ്പോൾ പിന്നെ നീട്ടാനാവും. وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق
إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. 117 ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. ഇവിടെ وإن تغفر لهم റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. وإن تغفر لهم إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. قال الله هذا يوم ينفع الصادقين صدقهم. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير. ترقيق شيرا قدير أصلا عندها. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഈ ഓതിയ ഖിറാഅത്തിനെ, ഈ സൂറത്തുൽ മാഇദ ഞങ്ങൾ ഇവിടെ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സൂറത്തുൽ മാഇദ ഞങ്ങളെ കൊണ്ട് പൂർത്തിയാക്കി തന്ന അള്ളാഹുവെ, നിനക്ക് സർവസ്തുതിയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബെ, ഇനിയും ധാരാളമായിട്ട് എൻ്റെ വിശുദ്ധ ഖുർആൻ നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ, തഖ്വയോടുകൂടെ, നല്ല രസത്തോടുകൂടെ, ലദ്ദത്തോടുകൂടെ എൻ്റെ ഇബാദുകൾക്ക്, എൻ്റെ യഥാർത്ഥ ഇബാദീങ്ങൾക്ക്, സ്വലീങ്ങളായ ഇഷ്ടദാസന്മാർക്ക് നീ ചെയ്യുന്ന, നീ കൊടുക്കുന്ന വലിയ മഹത്തായ ആ ഒരു ലദ്ദത്ത് ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. നിന്റെ മഹത്തുക്കൾക്ക് ലഭിച്ചതുപോലെ ഇബാദത്ത് ചെയ്യുന്നവരിൽ അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. റഹ്മാനായ റബ്ബെ, നിന്റെ വിശുദ്ധ കലാം പാരായണം ചെയ്യുന്നതിൽ ഞങ്ങൾക്കും നല്ല ആനന്ദത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, വളരെ ഹാപ്പിയായിക്കൊണ്ട് ഓതാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. തൗഫീഖ് അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടെ, അതിൻ്റെയൊക്കെ പുറമെ നല്ല തഖ്വയോടുകൂടെ, നല്ല ആനന്ദത്തോടുകൂടെ നിന്നിൽ ലയിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബെ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. ഓതുന്നത് ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് ഞങ്ങൾ ഓതുന്നുണ്ട്. നീ സ്വീകരിക്കണ റഹ്മാനെ. ഇതുവരെ ഓതിയിട്ടുമുണ്ട് റഹ്മാനായ റബ്ബ്. ഒരുപാട് ആളുകൾ, മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, ഉപ്പമാർ, പ്രായമുള്ളവർ, യുവാക്കൾ, യുവതികൾ, റഹ്മാനായ റബ്ബെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകൾ റഹ്മാനായ റബ്ബെ ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ ദിവസവും പേജ് കണക്കിന് പാരായണം ചെയ്യുന്ന മുഅ്മിനീങ്ങളായ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളെ പ്രേക്ഷകരിൽ. റഹ്മാനായ റബ്ബെ, ഈ വിശുദ്ധ ഖുർആന്റെ ക്ലാസ് എന്ന് കേട്ടപ്പോൾ തന്നെ അത് പഠിക്കണമെന്ന ആവേശത്തോടുകൂടെ, നല്ല സന്തോഷത്തോടുകൂടെ നമ്മുടെ കൂടെ കൂടിയ ഒരുപാട് മുഅ്മിനീങ്ങളായ ഈ പ്രേക്ഷകരായ മുഴുവൻ ആളുകളും. കാരണം ഒരുപാട് ഫോണെടുത്ത് നോക്കിയാൽ, യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് മേഖലകൾ വിശുദ്ധ ഖുർആന് അല്ലാത്ത മറ്റു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വളരെ അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകൾ, ഇതല്ലാത്ത ഒരുപാട് ഫോൺ തുറന്നാൽ ആദ്യം കാണുന്നത് ഒരുപാട് വീഡിയോകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രം ഫോൺ എടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ് കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഈ കേൾക്കുന്ന ആളുകൾ, നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകളും ആ ഒരു രൂപത്തിൽ കയറിയവരാണ്. കാരണം ഇതിൽ കൂടണമെങ്കിൽ നമുക്ക് ഒരുപാട് മേഖലകൾ, മറ്റുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ അവസരങ്ങളുണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ, നിന്റെ കലാമിനോടുള്ള ആ ഒരു മഹബത്ത് ഞങ്ങളെ കൽബിലുണ്ട്. കുറച്ചെങ്കിലാണെങ്കിലും റഹ്മാനായ റബ്ബേ നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്, നീ വർദ്ധിപ്പിച്ച് നൽകണേ റഹ്മാനെ. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഒരുപാട് മുഅ്മിനീങ്ങളായ പാവപ്പെട്ട സാധുക്കളായ സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. റഹ്മാനായ റബ്ബേ, നീ അവരെ നീ കബൂലാക്കണം അല്ലാഹ്. അവരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് റഹ്മാനായ റബ്ബേ നമ്മയും കുടുംബത്തെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ മഹത്തുക്കളോടുകൂടെ ഒരുപാട് മുഅ്മിനീങ്ങളായ നല്ല ഇഖ്ലാസുള്ള തഖ്വയുള്ള ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകളുണ്ട് റഹ്മാനായ റബ്ബേ. അവരെ കൂടെ ഈ ക്ലാസിൻ്റെ കാരണം കൊണ്ട് എന്നെയും കുടുംബത്തേക്ക് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള കാരണമാക്കണം റഹ്മാനെ. നീ കാരണമാക്കി നൽകണേ, അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളമായിട്ട് റഹ്മാനെ റബ്ബെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും ആവർത്തിച്ച് ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഖത്മുകൾ റഹ്മാനെ റബ്ബെ, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനൊക്കെ വരുന്നത്, ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കാൻ നമ്മുടെ ഈ ക്ലാസ് കാരണമായിട്ട് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, വളരെ ആഹ്ലാദത്തോടുകൂടെ റഹ്മാനെ റബ്ബെ
മറ്റുള്ള കാര്യങ്ങൾ ദുന്യവിയായ കാര്യത്തിൽ ഒരുപാട് ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിലുണ്ട് റഹ്മാനെ റബ്ബേ. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനോടുള്ള മഹബത്ത് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ച് നൽകി ധാരാളമായിട്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ ഇനിയുള്ള ദിവസങ്ങളിലും ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കാൻ ഞങ്ങൾക്കിനി അതിനുള്ള സൗഭാഗ്യം, അതിനുള്ള സാഹചര്യം, അതിനുള്ള സന്മനസ് നീ നൽകണേ അല്ലാഹ്. നീ അതിനുള്ള ശേഷി നൽകണ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസിനി പ്രദാനം ചെയ്യണ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസിനി പ്രദാനം ചെയ്യണ റഹ്മാനെ. ധാരാളം കാലം ദീനി ദഅവത്തിലായിക്കൊണ്ട്, ദീനി സേവനത്തിലായിക്കൊണ്ട്, ദീനിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മാനെ റബ്ബെ ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്തുൽ മാഇദയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് റഹ്മാനെ റബ്ബേ, നീ അതിനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. ഞങ്ങളിലുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷത്തോടുകൂടെ, ഇസ്സത്തോടുകൂടെ, റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കണം റഹ്മാനെ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. ശാരീരികമായ പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. മാനസികമായ ടെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീക്കണം റഹ്മാനെ. സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരന്മാർ പ്രയാസം പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കണം റഹ്മാനെ. മാനസികമായ പ്രയാസമുള്ളവർ റഹ്മാനെ റബ്ബെ, വിഷമുള്ളവർ, ടെൻഷനുള്ളവർ റഹ്മാനെ റബ്ബെ, അസുഖമുള്ളവർ, രോഗമുള്ളവർ, കിഡ്നി സംബന്ധമായ, അറ്റാക്ക് സംബന്ധമായ ഒരുപാട് പ്രയാസമുള്ളവർ റഹ്മാനെ റബ്ബേ, കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗികളും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ കേൾക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാവർക്കും നീ പരിപൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ റബ്ബേ. അതുപോലെ തന്നെ സഹോദരി, ഹസ്ബൻഡിൻ്റെ ഉമ്മ അറ്റാക്ക് വന്നിട്ട് ഐസിയുലാണെന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. അതൊക്കെ നീ പരിപൂർണമായിട്ടും ഷിഫയാക്കണേ അല്ലാഹ്, ഷിഫയാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഒരു സഹോദരി സാജിദ എന്ന് പറയുന്ന സഹോദരി ഹജ്ജിന് പോകണം ഉദ്ദേശിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. ആ സഹോദരിക്ക് നീ പരിപൂർണമായിട്ടും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ റബ്ബെ. അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അതുപോലെ തന്നെ ഹസ്ബൻഡിന് അസുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. എന്ത് പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും അതൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഒരു സഹോദരി റഹ്മാനെ റബ്ബെ, മകളുടെ പുതിയാപ്പിളക്ക് നല്ല കപ്പലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. ഒരുപാട് മാസങ്ങളായി, ഒരുപാട് ദിവസങ്ങളായി റഹ്മാനെ റബ്ബെ. റാഹത്തുള്ള ഒരു ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു റഹ്മാനെ റബ്ബെ. ഉദ്ദേശിച്ചതിലേറെ നല്ല സന്തോഷമുള്ള ആ ഒരു ജോലി നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ റഹ്മാനെ. കുടുംബത്തിന് സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. അവർക്ക് നീ അനുയോജ്യമായ ഹൈറായ ജോലി നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്ത പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. ജോലി ചെയ്യുന്ന സമയത്തുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവിധ പ്രയാസങ്ങളും നീക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ സഹോദരിമാർക്ക് എല്ലാ നിൽക്കും ഹൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ യഥാർത്ഥ ദീനിന്റെ വക്താക്കളാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. തഖ്വയിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ വല്ല രോഗാണുക്കളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നീ നീക്കി ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്, നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർ റഹ്മാനെ റബ്ബെ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ റഹ്മാനെ റബ്ബെ. നമ്മളെ ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും
ആയുസ് നീ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തികമായ പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ, കടങ്ങൾ വിട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ കാര്യത്തിനും നീ ഐശ്വര്യം നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. റഹ്മാനെ റബ്ബേ, ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് റഹ്മാനെ റബ്ബേ, വീട് നൽകണേ റഹ്മാനെ. അതിന് അനുയോജ്യമായ സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല സാമ്പത്തികവും നീ നൽകണേ അല്ലാ. റഹ്മാനെ റബ്ബേ, മറ്റു ഒരുപാട് പ്രയാസം പറഞ്ഞവരുണ്ട്, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കണേ റഹ്മാനെ. സന്തോഷം പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബേ, അവരുടെ സന്തോഷത്തിന് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, വർധനവ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണം അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് നല്ല റാഹത്തോടുകൂടെ മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ജീവിക്കുന്നത് വരെ പൂർണ്ണ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. തിരു ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരു സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ റഹ്മാനെ റബ്ബേ കഴിവിന്റെ പരമാവധി ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ മഹാരഥന്മാരായ നിന്റെ മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളെ മഹബത്ത് വെക്കുന്ന ഖൽബാക്കി ഞങ്ങളെ ഖൽബിനെ നീ മാറ്റണേ അല്ലാഹ്. നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആ ഒരു ക്ലാസ്, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് റഹ്മാനെ റബ്ബേ അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട് റഹ്മാനെ റബ്ബേ. അതുപോലെ തന്നെ ഞങ്ങളെ മക്കള് റഹ്മാനെ റബ്ബേ, വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ റഹ്മാനെ റബ്ബേ, അതുപോലെ തന്നെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ്സുകൾ വരെ പഠിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, നല്ല ഓർമ്മശക്തി നൽകണം റഹ്മാനെ, നല്ല ബുദ്ധിശക്തി നൽകണം റഹ്മാനെ. പ്രായമുള്ളവരുണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് റഹ്മാനെ റബ്ബേ. എല്ലാവർക്കും നീ നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. പഠിക്കുന്നതെന്നും അത് ഖൽബിൽ ഉറച്ചു നിൽക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിനുള്ള ശേഷി നൽകണം റഹ്മാനെ, നല്ല ഹിഫ്ളാക്കാനുള്ള ശേഷി നൽകണം റഹ്മാനെ. ആലിമീങ്ങളായ റഹ്മാനെ റബ്ബേ, പിന്നെ മുത്തഅല്ലിമീങ്ങളായ ഹിഫ്ളിന് പഠിക്കുന്ന ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, ഹഫീലീങ്ങളുണ്ട് റഹ്മാനെ റബ്ബേ. അവർക്കൊക്കെ എല്ലാം കൊണ്ട് നീ ശേഷി നൽകണം റഹ്മാനെ. പരിപൂർണമായിട്ടും വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നീ പ്രദാനം ചെയ്യണം റഹ്മാനെ, നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بسم الله الرحمن الرحيم. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. فإن عثر على أنهما استحقا إثما
فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين وإذ أوحيت إلى الحواريين أن آمنوا بي وبرسولي قالوا آمنا واشهد بأننا مسلمون إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته
تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم لله ملك السماوات والأرض وما فيهن وهو على كل شيء قدير صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم